ഹായ് ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു പേരയ്ക്കയാണ്. പക്ഷേ ഇത് ഇച്ചിരി അധികം അങ്ങ് പഴുത്തുപോയ സാധനം നമ്മൾ ചെത്തി ദൂരെ കളയണ്ട. നമുക്കത് വേഗം തന്നെ നമുക്കൊരു ജ്യൂസായിട്ട് അടിക്കാം. അങ്ങനെ ഇത് ജ്യൂസ് അടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യമായിട്ട് ഞാനിതിൻ്റെ തോലൊന്ന് ചെത്തിയെടുക്കട്ടെ. ഇതാണ് പേരയ്ക്ക. ഒരുപാട് മധുരമൊന്നുമില്ല. ഇച്ചിരി പഴുത്തധികമായത് കാരണം വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഒരു സുഖമില്ല. എന്നാൽ പിന്നെ നമുക്കിതങ്ങോട്ട് ജ്യൂസ് അടിച്ച് അങ്ങോട്ടൊക്കെ കഴിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ജാറിനകത്തോട്ട് ഇതൊരു ശകലം വെള്ളം ഒഴിച്ച് കുറച്ചേ ഒഴിച്ചുള്ളൂ. ഒരു അര ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല, ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഞാനിതൊന്ന് അരച്ചെടുക്കും. ഇത് ഞാൻ അരിപ്പിക്കകത്ത് വെച്ച് ഇത് ഞാൻ നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക. ഇനി ഞാൻ എടുക്കാൻ പോണത് ഇത് 1 സ്പൂണ് ഈ മുത്താറിപ്പൊടിയാണ്. മുത്താറിപ്പൊടി എങ്ങനത്തെ മുത്താറിപ്പൊടി? മുത്താറി മുഴുവത്തിനോടെ ഉള്ള മുത്താറി, ഉമ്മിയോട് കൂടിയുള്ള മുത്താറി നമ്മൾ ഓട്ടിലിട്ട് നന്നായിട്ട് വറുത്ത് പൊടിച്ച് അരിപ്പിക്കകത്ത് തെള്ളിയെടുത്ത മുത്താറിപ്പൊടിയാണ്. അതൊരു സ്പൂണ് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാണ്. 1 സ്പൂൺ ഇട്ടാൽ മതി, ഒത്തിരി വേണ്ട. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പേരയ്ക്കായ്ക്ക് ഒരു ടേസ്റ്റുണ്ട്. ആ ടേസ്റ്റ് എല്ലാവർക്കും ഇങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്കത് ടേസ്റ്റിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുക്കുന്നത്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് പഞ്ചസാര. ഇത് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ഷുഗറുകാരൊക്കെ ഇത് ഉപയോഗിക്കുമ്പോൾ കുറച്ച് പഞ്ചസാര കുറയ്ക്കുക. ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. നമുക്ക് ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഞാനിപ്പോൾ ഇതിനകത്ത് 2 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലിട്ട് കഴുകി ഇച്ചിരി കുതിർത്ത് വെച്ചിരുന്നതാണ് ഈ അണ്ടിപ്പരിപ്പ്. കുറച്ച് ഇത് പൊളന്ന അണ്ടിപ്പരിപ്പാണ്, കുറച്ചേ ഉള്ളൂ. അതും അതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഹേ ഗോൾഡൻ ടേസ്റ്റി കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും. ഇപ്പോൾ എന്തൊരു ചൂട് കാലാവസ്ഥ, എന്തെങ്കിലുമൊക്കെ ക്ഷീണം, മനുഷ്യനിപ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷീണമാണ്. അതിനിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മുത്താറിയാണ്. ഈ മുത്താറി ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്, അരിപ്പൊടിയല്ല, പൊടിയായിട്ടല്ല. ഇതിങ്ങനെ ഞാൻ എടുത്തിട്ട് ഞാനിതങ്ങോട്ട് ഒന്ന് വറുത്തു. ഇനി ഇതിനെ ഞാനൊന്ന് പൊടിക്കട്ടെ. ഞാനിതങ്ങോട്ട് നല്ലപോലെ ഒന്ന് തെള്ളിയെടുത്ത് ഈ ജ്യൂസ് അരിക്കുന്ന ഇതിനകത്തിട്ടാൽ മറ്റേ അരിപ്പ് എടുക്കാൻ പോയില്ല. കാരണം എന്നാലും പിന്നെ പേപ്പർ എടുക്കണം, അതെല്ലാം വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തു. വറുക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നില്ല, ഇതിങ്ങനെ പൊട്ടാൻ തുടങ്ങുമ്പോൾ ഇത് ഓഫാക്കണം. ഇത് ഞാനിപ്പോൾ ഓഫാക്കി. ഇനി ഇത് പതുക്കെ വാങ്ങി വെക്കുക, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പതുക്കെ ഇങ്ങനെ പൊടുകൂടെ പൊട്ടാനായിട്ട് അങ്ങ് ആരംഭിക്കുമ്പോഴത്തേക്കും നമ്മളിത് മാറ്റി വെക്കണം. ഓഫാക്കിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇത് ബാക്കി പൊട്ടാനുള്ളതും കൂടെ അതിനകത്തിരുന്ന് മൂത്തോളും. ഓക്കെ. ഇതിലേക്ക് അരയ്ക്കാൻ മാത്രം പാല്, ഐസ് ഇട്ട് വെച്ചിരുന്ന പാലാണ്. ഐസ് ഇട്ട് വെച്ചതല്ല, ഐസ് ഫ്രിഡ്ജിലിരുന്ന പാലാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് അതിനകത്തോട്ട് ഒഴിച്ചു. ഞാൻ ഇതിനകത്തോട്ട് ഈ അരിച്ച് വെച്ചിരുന്ന പേരയ്ക്കായുടെ ജ്യൂസ് ഇത് ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു. വെയിലത്തു നിന്നൊക്കെ കയറി വരുന്നവർക്കാണെങ്കിൽ ഇച്ചിരി ഐസ് വെള്ളം കൊണ്ട് ഇച്ചിരി ഐസോട് ഒഴിക്കണമെന്ന് പറയുമല്ലേ. അപ്പോൾ ഞാൻ 2-3 ഐസിൻ്റെ ഇതിട്ടു, സ്കൂപ്പിട്ടു. പിന്നെ ഞാൻ ഈ ബാക്കി പാലൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. ഇത് ഒത്തിരി ഗുണമേന്മയുള്ള ഇതാണ്. എല്ലാവർക്കും ഇത് കഴിക്കാം. ചില പഞ്ചസാര കുറച്ചാൽ നമുക്ക് നമ്മുടെ ഷുഗർക്കാർക്ക് കഴിക്കാം. അപ്പോൾ ഇതൊരു ഹെൽത്തി ജ്യൂസാണ്. ഇത് ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇതെല്ലാം കഴിഞ്ഞു.
എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇത് അടിപൊളി ഒരു ഹെൽത്തി ജ്യൂസാണ്. നമുക്കെല്ലാവർക്കും ഇത് കുടിക്കാൻ പറ്റും. പിന്നെ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആ പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ രുചിക്ക് പിന്നെ ഇത് വരാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ടേസ്റ്റിനും, പിന്നെ അത് പിന്നെ നല്ല അടിപൊളി സാധനമല്ലേ നമ്മുടെ, അതിനോട് വേണ്ടിയിട്ടാണ് അത് രണ്ടും കൂടി ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്തത്. അപ്പോൾ പഞ്ചസാര കുറച്ച് നമുക്കെല്ലാവർക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു ഹെൽത്തി ജ്യൂസാണ്. അത് തന്നെയുമല്ല വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ഷീണം പമ്പ കിടക്കും. പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, മുത്താറി പൊടി നമ്മൾ മേടിച്ചിട്ട് വറുക്കുന്നത് ആ ടേസ്റ്റല്ല. മുത്താറി മുഴുവത്തിനോടെ നമ്മൾ വറുത്തിട്ട് അതിൻ്റെ പൊടി എടുക്കുന്നതിന് പ്രത്യേക ടേസ്റ്റാണ്. അരിപ്പൊടി നമ്മൾ വറുക്കുന്നതാണോ രുചി, അതോ അരി വറുത്ത് പൊടിച്ച് അതിൻ്റെ ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇനി ഇതിനകത്ത് ഇച്ചിരി ഡെക്കറേഷനൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കിതിനകത്ത് നമ്മുടെ കയ്യിൽ ഇത് എള്ള, നല്ല സൂപ്പർ എള്ളാണിത്. ഇത് നമുക്കിതിനകത്തോട്ട് ലേശിച്ച്, ഒത്തിരി വേണ്ട, കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മളിത് കഴിക്കുകയാണെന്ന് വരികിൽ ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടെന്ന് വരികിൽ കമൻസും ഒക്കെ തന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ നിങ്ങളെ വെറുപ്പിക്കുന്ന പോലെ ഒരുപാട് സംസാരിച്ചിട്ടില്ല ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ടെങ്കിൽ എന്നോട് സാധനം ക്ഷമിച്ച് എനിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ തന്നുകൊണ്ട് ഞാനതെല്ലാം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാനതൊക്കെ സ്വീകരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.